Good morning, guys. Welcome back to my YouTube channel. I am Parthan Devi. 2013 ഡിസംബർ 24 നമുക്കറിയാം അതൊരു ക്രിസ്മസ് ഈവാണ്. അതായത് ക്രിസ്മസിന്റെ തലേ ദിവസമാണ്. ഈ ദിവസം അതായത് 2013 ഡിസംബർ 24 ഡാരൻ സ്പൈവേ എന്ന് പറയുന്ന ഒരു 35കാരൻ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഒരു നല്ലൊരു ഗിഫ്റ്റ് തന്റെ മകനായ ഡയലൻ സാന്റസിന് വേണ്ടി വാങ്ങുകയാണ്. അത് വാങ്ങുമ്പോൾ തന്നെ ആ അച്ഛനറിയായിരുന്നു ഇത് തന്റെ മകന് ഒരുപാട് ഇഷ്ടപ്പെടും എന്നുള്ളത്. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് എല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഡൈലൻ സാൻഡേഴ്സും അവന്റെ അമ്മയും ഈ അച്ഛന്റെ വരവ് നോക്കിയിരിക്കുകയാണ്. ഡൈലൻ സാൻഡേഴ്സിന് അറിയാം എല്ലാ ക്രിസ്മസിനും അച്ഛൻ അവനൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കും. അങ്ങനെ ആ ഒരു ഗിഫ്റ്റും പ്രതീക്ഷിച്ചാണ് ക്രിസ്മസിന്റെ തലേ ദിവസം അവൻ ഇരിക്കുന്നത്. അങ്ങനെ അച്ഛൻ വന്നു, കയ്യിലെ ഗിഫ്റ്റ് കണ്ടു, അവൻ പെട്ടെന്ന് ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ച് താങ്ക് യു ഒക്കെ പറഞ്ഞ് ഗിഫ്റ്റ് വാങ്ങി. ഗിഫ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു സ്കൂബ ഡൈവിംഗ് ടാങ്ക് ആയിരുന്നു. അതായത് സ്കൂബ ടാങ്ക്, അതായത് സാധാരണ സ്കൂബ ഡൈവിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടാങ്ക്. ഡൈലൻ സാഞ്ചസിന് സ്കൂബ ഡൈവിങ് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടാണ് അച്ഛൻ ആ ഒരു ഗിഫ്റ്റ് വാങ്ങിയത്. അപ്പോൾ അച്ഛനും ഹാപ്പി, മകനും ഹാപ്പി. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാരൻ സ്പൈവേക്കും ഈ ഒരു സ്കൂബ ഡൈവിങ്ങിൽ വളരെ വലിയൊരു ഇൻട്രസ്റ്റ് ആണുള്ളത്. അങ്ങനെ അന്നത്തെ ദിവസം ക്രിസ്മസിന്റെ തലേ ദിവസം ഒരു കേക്കൊക്കെ മുറിച്ച് വായനയൊക്കെ കുടിച്ച്, നമുക്കറിയാം അമേരിക്കയിലൊക്കെ നല്ല ആഘോഷമായിരിക്കും. അങ്ങനെ ഫുൾ ഫാമിലി നല്ല സെറ്റപ്പായിട്ട് എല്ലാം ആഘോഷിച്ച് ആ ഒരു ആഘോഷത്തിൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ക്രിസ്മസ് ആണ്. അങ്ങനെ ക്രിസ്മസിന് ഡാരൻ സ്പൈവേ വിചാരിക്കുകയാണ് എല്ലാ ക്രിസ്മസും പോലെയല്ല ഇന്നത്തെ ക്രിസ്മസ്, ഇത് കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കണം. അതായത് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെമ്മറീസ് മോന് കൊടുക്കണം, അതുപോലെ തന്നെ വീട്ടുകാർക്ക് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം ഒരുപാട് ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അതായത് എങ്ങനെ നമ്മൾ ഈ ഒരു ഡേ സ്പെഷ്യൽ ഡേ ആക്കും. അങ്ങനെ ഡാരൻ സ്പൈവേ സാന്റോസിനോട് പോയി പറയാണ്, മോനെ നമുക്ക് ഇന്നത്തെ ഡേ സ്പെഷ്യൽ ആക്കാം, നമുക്ക് പുതിയ സ്ക്യൂബ ടാങ്ക് ഉപയോഗിച്ച് നീന്താം, അതായത് നമുക്ക് പോയി ഡൈവ് ചെയ്യാം. അപ്പോൾ ഇത് കേട്ടപ്പോ മകൻ ഹാപ്പിയായി. അതായത് പുതിയ സ്ക്യൂബ ടാങ്കും സ്ക്യൂബ കിറ്റും ഒക്കെ ഇരിക്കുകയാണ്. അത് പരീക്ഷിച്ച് നോക്കണമെന്ന് എന്തായാലും ആ മോനുണ്ടാവും. മോന്റെ പ്രായം എന്ന് പറയുന്നത് 15 വയസ്സാണ്. അപ്പൊ എന്തായാലും ആ ഒരു പ്രായത്തിൽ എന്ത് കിട്ടിയാലും നമുക്ക് പെട്ടെന്ന് ചെയ്തൊക്കെ നോക്കണമെന്നായിരിക്കും. അങ്ങനെ ഡാരൻ സ്പൈവേയും ഡൈലൻ സാഞ്ചസും കൂടി ഒരു വണ്ടിയിൽ, അതായത് കാറിൽ യാത്ര തിരിച്ചു. അങ്ങനെ ആദ്യം പോയത് സ്ഥിരമായിട്ട് അവർ ഡൈവ് ചെയ്യുന്ന, അതായത് ഡാരൻ സ്പൈവേ സ്ഥിരമായിട്ട് ഡൈവ് ചെയ്യുന്ന ഒരു ഡൈവിംഗ് സെന്ററിലാണ്. നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് ഹോളിഡേ ആണ്. അങ്ങനെ ആ ഒരു സ്ക്യൂബ ഡൈവിംഗ് സെന്ററും ക്ലോസ് ആയിരുന്നു. അങ്ങനെ വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ അവിടെയും ക്ലോസ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് തന്നെ അവർക്ക് സ്ക്യൂബ ഡൈവിംഗ് ചെയ്യണം, അതായത് പുതിയ കിറ്റ് ഉപയോഗിച്ച് ഇന്ന് തന്നെ സ്ക്യൂബ ഡൈവിംഗ് ചെയ്യണമെന്നായിരുന്നു അച്ഛനും മകനും ഉണ്ടായത്. അങ്ങനെ അവർ കാർ ഓടിച്ച് നേരെ സെൻട്രൽ ഫ്ലോറിഡയിൽ പോവുകയാണ്. ഡാരൻ സ്പൈവേക്ക് നേരത്തെ തന്നെ സെൻട്രൽ ഫ്ലോറിഡയിൽ ഒരു സ്ക്യൂബ ഡൈവിംഗ് സെന്റർ, അതായത് ഒരു ഫോറസ്റ്റിൽ ഒരു സ്ക്യൂബ ഡൈവിംഗ് സെന്റർ ഉണ്ടെന്ന് അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം നേരെ കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിൽ അങ്ങനെ വെറുതെ കയറ്റി വിടുന്നില്ല, അവിടെ നല്ല ഫോറസ്റ്റിൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു സെക്യൂരിറ്റിയോട് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് അവര് രണ്ടുപേരും കൂടി കാറും കൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഓപ്പൺ സ്പേസിലാണ്, അതായത് ഒരു കാടിനകത്തുള്ള ഒരു കുളമാണ് ഈ ഒരു സ്ക്യൂബ ഡൈവിംഗ് സെന്റർ. അങ്ങനെ അച്ഛനും മകനും ആ ഒരു കുളത്തിന്റെ കരയിലേക്ക് എത്തി, ഡ്രസ് എല്ലാം മാറ്റി എല്ലാം കാറിനകത്തേക്ക് വെച്ചിട്ട് നേരെ ആ ഒരു സ്ക്യൂബ ഡൈവിംഗ് സെന്റർ, അതായത് ആ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് പോവുകയാണ്. ഈ കുളത്തിലേക്ക് പോകാനായിട്ട്, അതായത് ഈ ഒരു സ്ക്യൂബ ഡൈവിംഗ് ഉള്ള കുളത്തിലേക്ക് പോകാനായിട്ട് തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ പാലമുണ്ട്. ഈ പാലം വഴി കയറിയാണ് ഈ ഒരു കുളത്തിലേക്ക് ചാടേണ്ടത്. അങ്ങനെ അച്ഛനും മകനും കൂടി ആ ഒരു പാലത്തിന്റെ മുകളിലൂടെ പോവുകയാണ്. ആ പാലത്തിന്റെ മുകളിൽ ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, അതായത് എന്തോ ഒരു വാണിംഗ് ബോർഡ്. പക്ഷെ ഡാരൻ സ്പൈവേ അതെല്ലാം മൈൻഡ് ചെയ്യാതെ, അതൊന്നും നോക്കാതെ തന്നെ നേരെ തന്റെ മകനെയും കൊണ്ട് കുളത്തിന്റെ ആ ഒരു വക്കിലേക്ക്, അതായത് ആ ഒരു പാലത്തിന്റെ എൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, അതായത് ചാടാം എന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി ആ ഒരു ഡേ സ്പെഷ്യൽ ആക്കാനാണ് അവർ വന്നത്. നല്ലൊരു കിടിലം കുളവും കണ്ടു, ഇനി ചാടിയാൽ മതി. അങ്ങനെ രണ്ടുപേരും കൂടി നല്ല ഹാപ്പി ആയിട്ട് സ്ക്യൂബ കിറ്റൊക്കെ ഇട്ട് ചാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ ഈ ചാടാൻ നിൽക്കുന്ന കുളം നോക്കിയാൽ ഇതൊരു സാധാരണ കുളമല്ല. ഇതിനകത്ത്, അതായത് ഈ കാണുന്ന കുളത്തിനകത്തൊരു കോംപ്ലിക്കേറ്റഡ് കേവ് ഉണ്ട്. കോംപ്ലിക്കേറ്റഡ് കേവ് പല ഉന്നത സ്ക്യൂബ ഡൈവേഴ്സ്, അതായത് പല എക്സ്പെർട്ട് ആയിട്ടുള്ള സ്ക്യൂബ ഡൈവേഴ്സും പറയുന്നത് ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റ് ആണ്. അതായത് ഇതിനകത്തേക്ക് കയറുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്, അതുപോലെ തന്നെ ഇറങ്ങുന്നതും വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇനി ഈ പറയുന്ന കോംപ്ലിക്കേറ്റഡ് കേവിന്റെ പേര് എന്താണെന്ന് നോക്കിയാൽ ഈഗിൾസ് നെസ്റ്റ്. ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം ഈ ഒരു ഈഗിൾസ് നെസ്റ്റിനെ കുറിച്ച് പറയാം. ഈഗിൾസ് നെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഗുഹയല്ല, അതായത് ഒരു പോണ്ടിനകത്തുള്ള ഒരു സാധാരണ ഗുഹയല്ല. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു പിക്ചർ കണ്ടാൽ അറിയാം, ഇതിന്റെ ഈ ഒരു പോണ്ടിന്റെ ഈ കാണുന്ന ഭാഗം ഒരു മെയിൻ പോണ്ടാണ്.
ഇതിന് താഴേക്ക് ഒരു ഇടുങ്ങിയ നാരോ ടണൽ ഉണ്ട്, അതായത് ഒരു ചെറിയ ഇടുങ്ങിയ ടണല്. ഈ ടണൽ വഴി അടിയിലേക്ക് പോയാൽ, അതായത് ഈ ടണൽ വഴി അടിയിലേക്ക് പോയാൽ അവിടെ ഒരു വലിയ സ്പേസ് ഉണ്ട്. അതിന്റെ പേരാണ് ബാൾ റൂം. ഈ ബാൾ റൂം എന്ന് പറയുന്നത് 130 അടിയാണ് താഴ്ച. 130 അടിയുള്ള ഒരു ബാൾ റൂമാണ് അവിടെ ഉള്ളത്. ഇനി ബാൾ റൂമിന്റെ ഏറ്റവും താഴെ അറ്റത്ത് നിന്നും ഒരു 2 സൈഡിലേക്കും വഴി പോലെയുണ്ട്. 2 സൈഡിലും ഈ ഒരു ഗുഹ നീണ്ടു പോകുന്നുണ്ട്. ഈ 2 സൈഡിൽ പോകുന്ന ഗുഹയും നേരെ പോയി അവസാനിക്കുന്നു. ഈ ഒരു 2 വഴി പോകുന്ന ഗുഹയുടെ ആഴം എന്ന് പറയുന്നത് 300 അടിയാണ്. 300 അടി താഴ്ചയിലാണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ബാൾ റൂമിൽ നിന്നും ഈ 2 വശത്തേക്കും പോയി കഴിഞ്ഞാൽ നേരെ പോയി ഇറങ്ങുന്നത് 300 അടി താഴ്ചയിലേക്കാണ്. അവിടെ പോയാൽ ആ ഒരു ഗുഹ ക്ലോസ് ആവും, വീണ്ടും തിരിച്ചു കയറി വരാം. ഇതിൽ ഇറങ്ങിയ എല്ലാ എക്സ്പെർട്സും പറയുന്നത് ഇതിനകത്തേക്ക് പോയാൽ, അതായത് ഈ ഒരു കോംപ്ലിക്കേറ്റഡ് കേവിന്റെ ബാൾ റൂമിൽ നിന്നും 2 വശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് കയറാനായിട്ട് എത്ര ബുദ്ധിമുട്ടാണോ അതേ ബുദ്ധിമുട്ടാണ് ഈ ഒരു കേവിൽ നിന്നും തിരിച്ചു കയറി വരാൻ അനുഭവപ്പെടുന്നത്. അതായത് അത്രയും ഡിഫിക്കൽട്ടാണ്. ഇനി ഒരു കാര്യം നോക്കിയാൽ, ബാൾ റൂമിൽ നമ്മൾ ഇറങ്ങി ഈ ഒരു ഗുഹയെല്ലാം കണ്ടു എങ്കിൽ അവിടെ നിന്നും മുകളിലേക്ക് വരണമെങ്കിൽ ആ ഒരു ചെറിയ നാരോ ടണൽ കടന്നു വേണം പോകാൻ. ആ നാരോ ടണൽ കയറണമെങ്കിൽ സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശം എവിടെ കൂടി അടിക്കുന്നോ അതുവഴി നോക്കി വേണം ആ ടണൽ കയറാനായിട്ട്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പാളിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. ഈ ഒരു ബാൾ റൂമിന്റെ അടുത്തിട്ട് തന്നെ ഒരു വാർണിംഗ് ബോർഡ്, അതായത് ഈ ഒരു ബാൾ റൂമിന്റെ അടിയിലായിട്ട് പലയിടങ്ങളിലും വാർണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുവരെ മാത്രമേ പോകാവൂ, നിങ്ങളൊരു എക്സ്പെർട്ട് ആണെങ്കിലും അല്ലെങ്കിലും അത് കഴിഞ്ഞ് പോകരുതെന്ന് വ്യക്തമായിട്ട് ആ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ സാധാരണഗതിയിൽ ആൾക്കാർ ഈ ഒരു ബാൾ റൂമിൽ ഇറങ്ങിയാലും ആ ഒരു ബോർഡ് കാണുമ്പോൾ തിരിച്ചു കയറി വരാറുണ്ട്. അഥവാ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവന് യാതൊരു ഗ്യാരണ്ടി ഇല്ല എന്നാണ് ആ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ബാൾ റൂമിൽ നിന്ന് മുകളിലേക്ക് പോകേണ്ട ടണലിലെ സൂര്യപ്രകാശം കാണാനായിട്ട് സാധിക്കില്ല. അതും നിങ്ങളുടെ ജീവൻ അപകടം ഉണ്ടാകും. അപ്പോ ഇത്രയും കൊടൂരമായ ഒരു പോണ്ടിലേക്കാണ് ഡാരൻ പൈവയും ഡാലൻ സാഞ്ചസും ചാടാൻ നിൽക്കുന്നത്. ഇനി എന്താണ് പാലത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡെന്ന് നോക്കിയാൽ അവിടെയും ഡേഞ്ചർ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതായത് നിങ്ങളൊരു എക്സ്പെർട്ട് ആയ ഡൈവർ ആണെങ്കിൽ മാത്രമേ ഈ ഒരു പോണ്ടിലേക്ക് ചാടാൻ പാടുള്ളൂ എന്ന് പല സ്ഥലങ്ങളിലും ആ ഒരു പാലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ എല്ലാ ബോർഡുകളും അവഗണിച്ചാണ് ഡാരൻ പൈവയും ഡാലൻ സാഞ്ചസും ഈ ഒരു പാലത്തിന്റെ ഒത്ത അറ്റത്ത് പോയി നിൽക്കുന്നത് ചാടാനായിട്ട്. അങ്ങനെ ചാടാൻ നിൽക്കുമ്പോൾ ഡാരൻ സ്പൈവയുടെ ഭാര്യ വിളിക്കുകയാണ്, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ പറയുന്നു, ഞങ്ങളൊന്ന് ഡൈവ് ചെയ്യാൻ വന്നതാണ്, സെൻട്രൽ ഫ്ലോറിഡയിലെ ഈഗിൾസ് നെസ്റ്റിൽ ഒന്ന് ഡൈവ് ചെയ്യാൻ വന്നതാണ്, ഞങ്ങൾ കുറച്ച് മുമ്പ് വരും, ഞങ്ങൾ വെള്ളത്തിൽ ചാടാൻ പോവാണ്, ചാടിയിട്ട് വന്ന് കയറിയിട്ട് വിളിക്കാന്ന് പറഞ്ഞൊരു കോൾ വെച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി എടുത്ത് വെള്ളത്തിൽ ചാടി. മണിക്കൂറുകൾ കഴിഞ്ഞു, അതായത് നേരം സന്ധ്യാവാറായി. എന്നിട്ടും ഭാര്യയ്ക്ക് കോളൊന്നും വന്നില്ല. ഭാര്യ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അങ്ങനെ ഡാരൻ സ്പൈവയുടെ ഭാര്യയ്ക്ക് വളരെയധികം പേടിയായി. അതായത് അച്ഛനെയും മകനെയും കാണാനില്ല എന്നുള്ളൊരു പേടി വന്നു. അങ്ങനെ ഡാരൻ സ്പൈവയുടെ ഭാര്യ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് ഭാര്യയ്ക്കും ഒരു കാർ എടുത്ത് നേരെ സെൻട്രൽ ഫ്ലോറിഡയിലെ ഈഗിൾസ് നെസ്റ്റ് പോണ്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് നേരെ ഈ ഒരു ഡാരൻ സ്പൈവയുടെ ഭാര്യ കാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഡാരൻ സ്പൈവയുടെയും ഡൈലൻ സാഞ്ചസിന്റെയും ഡ്രസ്സുകളും കാറും ഒക്കെ അവിടെ ഉണ്ട്. അതായത് കാറിനകത്ത് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോ ഭാര്യയ്ക്ക് മനസ്സിലായി ഡാരൻ സ്പൈവയും മകനും ഇവിടെ നിന്ന് പോയിട്ടില്ല, അവരിപ്പോഴും ഈ ഒരു പോണ്ടി തന്നെയാണുള്ളത്. ഡാരൻ സ്പൈവയുടെ ഭാര്യ വളരെ പരിഭ്രാന്തിയോടുകൂടി ഈ ഒരു പോണ്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ട് ആ പോണ്ടിൽ നിറയെ പോലീസുകാർ. ഈ ഭാര്യ വിളിച്ചതനുസരിച്ച് പോലീസുകാരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ എല്ലാം നോക്കുകയാണ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ ഡാരൻ സ്പൈവയുടെ ഭാര്യ ആ ഒരു പാലത്തിൽ കൂടെ പോകാനായിട്ട് തുടങ്ങി. അപ്പോ കാണുന്നുണ്ട് ബോർഡുകൾ, പല ബോർഡുകളുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും ബോർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങളൊരു എക്സ്പെർട്ട് ഡൈവർ അല്ലെങ്കിൽ ഈ ഒരു കുളത്തിലേക്ക് ചാടരുത്. ഇത് കണ്ട് ഭാര്യ വളരെയധികം പേടിച്ചു. അതായത് ഈ ഒരു കാര്യം നോക്കിയാൽ ഒരിക്കലും ഡാരൻ സ്പൈവ ഒരു എക്സ്പെർട്ട് ഡൈവർ അല്ല. ഡാരൻ സ്പൈവയ്ക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലാതെ ഒരു എക്സ്പെർട്ട് ഡൈവർ അല്ല. അതുകൂടാതെ ഡാരൻ സ്പൈവ ഇതുവരെ ഡൈവിംഗ് സെന്ററിൽ അല്ലാതെ ഒരിടത്തും ഡൈവ് ചെയ്തിട്ടില്ല. ഇനി മകൻ ഡൈലൻ സാഞ്ചസിനാണെങ്കിൽ ഡൈവിംഗ് അറിയത്തുമില്ല, അതായത് 1% പോലും അറിയില്ല. അവനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ വളരെ പേടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം നോക്കിയാൽ പോലീസുകാർ ആ ഒരു ബോട്ടിന്റെ മുകളിൽ കൂടി ബോട്ടൊക്കെ വിട്ടിട്ട് എല്ലായിടത്തും നോക്കിയാണ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ ഒരിടത്തും കാണാൻ കഴിയില്ല. അങ്ങനെ സമയം കളയാതെ അവര് പെട്ടെന്ന് തന്നെ എക്സ്പെർട്ട് സ്ക്യൂബ ഡൈവേഴ്സിനെയും ഫയർഫോഴ്സിനെയും വിളിക്കുകയാണ്. അങ്ങനെ അവരും പെട്ടെന്ന് തന്നെ വന്ന് സ്ക്യൂബ കിറ്റൊക്കെ ഇട്ടിട്ട് നേരെ ഈ ഒരു പോണ്ടിലേക്ക് ചാടുകയാണ്. അങ്ങനെ ആദ്യം നോക്കിയത് ആ ഒരു മെയിൻ പോണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ്. പക്ഷെ അവിടെ ഒന്നും ഇല്ല.
അങ്ങനെ സ്ക്യൂബ ഡൈവേഴ്സ് പെട്ടെന്ന് തന്നെ ആ ഒരു ടണൽ വഴി നേരെ അകത്തേക്ക് പോയി ആ ഒരു ബാൾ റൂമിന്റെ റൂഫൊക്കെ നോക്കാൻ തുടങ്ങി, എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ ഒരുപാട് നേരം നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം ആ ഒരു ബാൾ റൂമിന്റെ റൂഫിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്ന പോലെ തോന്നി. ആ ഒരു ടണലിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ തട്ടി നിൽക്കുന്ന പോലെ തോന്നി. നോക്കിയപ്പോൾ ഒരു കുട്ടി സ്ക്യൂബ ഡൈവിംഗ് കിറ്റൊക്കെ ഇട്ട് ഇങ്ങനെ തട്ടി നിൽക്കുകയാണ് ഇങ്ങനെ റൂഫിൽ. മാസ്ക് മാറ്റി നോക്കിയപ്പോൾ അത് ഡൈലൻ സാഞ്ചസ് ആയിരുന്നു. സാഞ്ചസ് വായൊക്കെ തുറന്ന് മരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഡൈലൻ സാഞ്ചസിന്റെ ബോഡി നേരെ അവര് എല്ലാവരും കൂടി മുകളിലേക്ക് എത്തിച്ചു. കൊണ്ടു കിടത്തിയപ്പോൾ ഈ അമ്മ ആ പണി ഞെട്ടിപ്പോയി. അങ്ങനെ വളരെ കരച്ചിലും ബഹളമൊക്കെ ആയി. അങ്ങനെ പോലീസിന് മനസ്സിലായി ഇത് സാഞ്ചസ് ഇതിനകത്തുള്ള സ്ഥിതിക്ക് ഡാലൻ സ്പൈവേയും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ക്യൂബ ഡൈവേഴ്സ് നേരെ ഈ ഒരു പോണ്ടിലേക്ക് ചാടി നേരെ ഈ ഒരു ടണൽ വഴി അകത്തേക്ക് ഇറങ്ങി എല്ലായിടത്തും നോക്കാൻ തുടങ്ങി. ഇതുപോലെ ഈ ഒരു റൂഫിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇല്ല. അങ്ങനെ അവർ നേരെ 130 അടി താഴ്ചയിലേക്ക് പോയി. ആ ഒരു താഴ്ഭാഗത്തെത്തിയപ്പോൾ അവരിങ്ങനെ നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ ഒരു ഡൈവർ എന്തോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിളിച്ചു പോയി, അതായത് ഭയങ്കരമായിട്ട് അലറി. നോക്കിയപ്പോൾ ആ ഒരു വാർണിംഗ് ബോർഡ്, അതായത് ബാൾ റൂമിലെ അടിഭാഗത്തുള്ള വാർണിംഗ് ബോർഡിന് തൊട്ട് പിന്നിലായിട്ട് ഒരാൾ നിൽക്കുന്നു, അതായത് ഫുൾ സ്ക്യൂബ കിറ്റൊക്കെ ഇട്ട് ഒരാൾ നിൽക്കുന്നു. പെട്ടെന്ന് കാണുമ്പോൾ ആരെയും പേടിച്ചു. നോക്കിയപ്പോൾ ഒരു പുരുഷൻ മാസ്ക് ഒന്നും ഇല്ലാതെ സ്ക്യൂബ കിറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ചെടിയിൽ പൂന്തി നിൽക്കുകയാണ്, ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണ്. നോക്കിയപ്പോൾ അത് ഉറപ്പായിട്ടും അത് ഡാരൻ സ്പൈവേ ആയിരുന്നു. അങ്ങനെ ഡാരൻ സ്പൈവേ മരിച്ചിരുന്നു. അങ്ങനെ ഡാരൻ സ്പൈവേയും ആ ഒരു പാലത്തിൽ കൊണ്ട് കിടത്തി. ഭാര്യ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതായത് ഇന്നൊരു ക്രിസ്മസ് ഡേ ആണ്. സാധാരണമായിട്ട് വീട്ടിലാണ് അവരുള്ളത്, പക്ഷെ ഇന്നൊരു പുതുമയ്ക്ക് അവർ പുറത്തു പോയതാണ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു ഭാര്യയുടെ കരച്ചിൽ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേവ് ആണ്. എക്സ്പെർട്ട് ഡൈവേഴ്സിന് മാത്രമേ ഇതിനകത്തേക്ക് ചാടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഭർത്താവും മകനും ഇത് അറിയാതെ കയറി ചാടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് സമാധാനിപ്പിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബോഡി എല്ലാം കൊണ്ടുപോയി. ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് കാണുക, ഇതിനകത്ത് എന്തായിരിക്കും സംഭവിച്ചത്. അങ്ങനെ അവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ തന്നെ ഇതിനൊരു തിയറി കൊണ്ടുവന്നു. അതായത് എന്ത് സംഭവം നടന്നാലും വാർത്താ ചാനലുകൾ അതിന്റെ പൂർണ്ണ വിശദ കാര്യങ്ങൾ നോക്കിയിട്ട് അവരൊരു സ്റ്റോറി ഇറക്കുമല്ലോ. അതുപോലെ ഒരു സ്റ്റോറി ഇറക്കി. അതിൽ പറയുന്ന പ്രകാരം ഡാരൻ സ്പൈവേയും ഡൈലൻ സാഞ്ചസും ഈ ഒരു മെയിൻ ബോണിലേക്ക് ചാടി അവിടെയെല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് നേരെ ഈ ടണൽ വഴി അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നേരെ അതും കണ്ടിട്ട് നേരെ 130 അടിയിലേക്ക് പോയി. ബാൾ റൂമിന്റെ ഒരു വശത്തെ 300 അടി താഴ്ചയിലേക്ക് പോയപ്പോൾ അവർക്ക് അവിടെ വെച്ച് നൈട്രജൻ നാർക്കോസിസ് സംഭവിക്കുകയാണ്. അതായത് ഒരു ബോധം ഇല്ലാത്തൊരവസ്ഥ. അതായത് നമ്മുടെ അനാർക്കലി സിനിമയിൽ പറയില്ലേ, നമ്മളെ മദ്യപിച്ചിട്ട് ആ ഒരു മൈൻഡ്, അതുപോലെ തോന്നിക്കാണും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം പറ്റിയത് 130 അടി താഴ്ച വരെ പോകാനുള്ള ഓക്സിജൻ മാത്രമേ അവരുടെ സ്ക്യൂബ ടാങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ ഭയങ്കര ഇരുട്ടാണ്. ടോർച്ച് ഉപയോഗിച്ചാണ് എല്ലാം നോക്കേണ്ടത്. ഈ ഒരു നൈട്രജൻ നാർക്കോസിസ് സംഭവിച്ചപ്പോൾ അവർക്ക് അതിനുള്ള ബോധമൊന്നും ഉണ്ടായി കാണില്ല. അങ്ങനെ അവര് എന്തൊക്കെയോ തോന്നിയിട്ട് നേരെ എങ്ങനെയോ മുകളിലേക്ക് എത്തി. പക്ഷെ മുകളിലേക്ക് എത്തിയപ്പോൾ സ്ക്യൂബ ടാങ്കിലെ ഓക്സിജൻ തീർന്നിട്ടുണ്ടാവും. അത് തീർന്നപ്പോൾ ഡൈലൻ സാഞ്ചസിന് ഡാരൻ സ്പൈവേ തന്റെ മാസ്ക് ഊരി കൊടുത്ത് അവനെ മുകളിലേക്ക് വിട്ടിട്ടുണ്ടാവും. അതായത് മുകളിലേക്ക് പോകാനായിട്ട് കയറ്റി വിട്ടിട്ടുണ്ടാവും. ഈ കയറ്റി വിട്ട സമയത്ത് ഡൈലൻ സാഞ്ചസ് ഡാരൻ സ്പൈവയുടെ തോളിൽ ചവിട്ടിയായിരിക്കും മുകളിലേക്ക് പോയത്. നമ്മുടെ 2017 സിനിമയിൽ ഇന്ദ്രൻസ് ടൗണിയെ ചവിട്ടി താക്കും പോലെ ഡാരൻ സ്പൈവയുടെ 2 കാലുകളും ഈ ഒരു കളിമൺ ചെളിയിലേക്ക് താഴ്ന്നു പോയി കാണും. അതുപോലെ ഡൈലൻ സാഞ്ചസ് മുകളിലേക്ക് പോയപ്പോൾ നമുക്കറിയാം അതിനകത്ത് മുഴുവൻ ഇരുട്ടാണ്. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഡൈലൻ സാഞ്ചസിന് ഒരു പക്ഷേ ടണൽ മാർപ്പിക്കുകയാണ്. ആ ഒരു ടണൽ വഴി മുകളിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ മകൻ തോളിൽ ചവിട്ടിയപ്പോൾ ഡാരൻ സ്പൈവയുടെ കാലുകളും താഴെ മണ്ണിൽ പൂണ്ടുപോയി. ഇങ്ങനെയാണ് 2 പേർക്കും മരണം സംഭവിച്ചത്. ഗായ്സ്, അപ്പോൾ ഇതാണ് ക്രിസ്മസ് ഡേ സ്പെഷ്യലാക്കാൻ പോയ അച്ഛൻ മകൻ സംഭവിച്ചത്. ഒരിക്കലും ഒരു പരിചയവും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. എവിടെയൊക്കെ വാർണിംഗ് ബോർഡ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. ഏതൊരു ആക്ടിവിറ്റിക്ക് പോയാലും ആ ഒരു വാർണിംഗ് ബോർഡ്സ് എല്ലാം ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ആയാലും അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.